ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് എൻ്റെ ജമ്മു മോള് ആദ്യമായിട്ട് നോമ്പെടുത്ത ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾക്ക് കുറച്ച് സ്പെഷ്യൽ ഫുഡെല്ലാം ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിന്. ഞാൻ എപ്പോഴും ചെമ്മീനോ ചിക്കനോ എല്ലാം കിട്ടുന്ന ടൈമിൽ ഇപ്പോൾ 2 ചിക്കൻ മേങ്ങിയിട്ടുണ്ടെങ്കിൽ 6 പാട്ടാക്കിയിട്ട് എടുത്തു വെക്കും. അതിൽ നിന്ന് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അധികമൊന്നും കഴിക്കാൻ പറ്റിയില്ലല്ലോ, നോമ്പിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ അധികമായിരിക്കും ഫുഡൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എടുത്തിട്ട് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഫുഡെല്ലാം ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ അല്ലറ ചില്ലറ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. ഇന്ന് നമുക്ക് പയറഞ്ഞി ഉണ്ടാക്കാനുണ്ട്, അതുണ്ടാക്കി. അതേപോലെ തന്നെ ചെമ്മീൻ ചിക്കന് എല്ലാം ക്ലീനാക്കിയിട്ട് വെച്ച് ഉള്ളി കട്ടാക്കിയിട്ട് വെച്ച് ലാസ്റ്റ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്താണ് നമ്മളെ ഹീറോ എണിച്ചത്. ഓന് ഉറക്ക് തെളിഞ്ഞിട്ട് എണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പൊടിയും പഠിക്കണ്ട. ഓന് കുറച്ച് കളിച്ചോളും. ഓനക്ക് വേണ്ട എന്തെങ്കിലും പാലോ ഫുഡ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓന് പിന്നെ അവിടെ ഇരുന്നിട്ട് കളിച്ചോളും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പണികളെല്ലാം ഒരു സൈഡ് നടക്കുകയും ചെയ്യും. ഓന് കുറച്ച് ടോയ്സ് എല്ലാം കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പണികളെല്ലാം നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ചെമ്മീൻ്റെ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ വറുത്തരച്ചിട്ടുണ്ടാക്കുമല്ലോ, അതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് പെരിഞ്ചീരകം, ഉള്ളി, പിന്നെ കറിച്ചപ്പലെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ടായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതിൻ്റെ ഒരു ചെമ്മീൻ കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ നല്ലോണം വറുത്തെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ നല്ലൊരു മണം വരുന്ന ടൈമിൽ നമുക്ക് എന്താക്കാം, ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലോണം ചൂടാറിയിട്ടാകുമ്പോൾ അരച്ചെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീനില്ല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ലാസ്റ്റ് കുറച്ച് കറിച്ചപ്പലം കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെ കറീൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിന്. പിന്നെ ഞാൻ ഇന്ന് നമ്മളെ വൈറൽ ഡൈനാമൈറ്റ് റൈസ് ഇല്ലേ, ചിക്കൻ റൈസ്, അതാണ് ഉണ്ടാക്കിയത്. സൂപ്പറാണ്, ഒരു രക്ഷയില്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ടാ. ഇൻഷാ അല്ലാഹ് ഞാനൊരു ദിവസം വീഡിയോ ആയിട്ട് ഇടാം. എനിക്ക് ഭയങ്കരത്തിൽ ഇഷ്ടമായിട്ടുണ്ടായിന്. അപ്പോൾ അതിലേക്കുള്ള അരപ്പാണ് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായത്. പിന്നെ നമ്മൾ ജ്യൂസെല്ലാം ഒരു സൈഡ് നടക്കുന്നുണ്ട്. നമ്മൾ ഫ്രൂട്ട് വെറുതെ ഇങ്ങനെ കട്ടാക്കി വെക്കുന്നില്ലേ, അതങ്ങനെ കട്ടാക്കൽ കുറവാണ്, ആരും അങ്ങനെ കഴിക്കില്ല. അങ്ങനെ കട്ടാക്കുന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് പൈനാപ്പിളെല്ലാം ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടാക്കും. അതല്ലെങ്കിൽ കസ്റ്റേർഡ് ഉണ്ടാക്കും. അധികം ജ്യൂസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് പപ്പായയും ക്യാരറ്റ് ജ്യൂസും അതേപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസ്, കസ്റ്റേർഡ്, പിന്നെ റൂ അഫ്സ ഇങ്ങനെയെല്ലാം ഉണ്ടായത്. പിന്നെ കുറച്ച് ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു അടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് ആ ഒരു അട. ഉപ്പാക്ക് ഇങ്ങനെ മീനെല്ലാം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ മീൻ വെച്ചിട്ടുള്ള അടയും റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ജമ്മുവിനുള്ള സ്പെഷ്യൽ ഞാൻ കാണിച്ചു തരാം. പോപ്സിക്കിളാണ് റെഡിയാക്കിയിട്ടുള്ളത്. സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അതിലേക്കൊരു സ്റ്റിക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് വേറൊരു സ്റ്റൈലിലും കൂടി ഉണ്ടാക്കാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം കാണിച്ചു തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.